കോളിളക്കം സൃഷ്ടിച്ച് ഐക്കൺ സ്റ്റാറിൻ്റെ അറസ്റ്റ്. പോലീസ് സ്റ്റേഷൻ, കോടതി, ഒടുവിൽ 1 മണിക്കൂർ നേരത്തെ ജയിൽവാസം, ഒടുവിൽ ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടി പുറത്തിറങ്ങൽ. എന്തായിരുന്നു അല്ലു അർജുൻ്റെ അറസ്റ്റിന് പിന്നിൽ? കേസിനാസ്പദമായ സംഭവം നടന്നത് ഡിസംബർ 4 നമ്മുടെ പുഷ്പ 2 റിലീസ് ചെയ്യുന്നതിൻ്റെ തലേ ദിവസം ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിൽ സംഘടിപ്പിച്ച ബെനിഫിറ്റ് ഷോയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. ബെനിഫിറ്റ് ഷോയിൽ പങ്കെടുക്കാൻ അല്ലു അർജുൻ ഉൾപ്പെടെയുള്ള സിനിമയുടെ അണിയറ പ്രവർത്തകർ എത്തിയിരുന്നു. ഈ ഷോ കാണുന്നതിനായി നിരവധി പേരുമെത്തി. അല്ലു അർജുൻ ആരാധകർക്ക് നേരെ കൈവീശിയപ്പോൾ അവർ തിയേറ്ററിനകത്തേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചു. ടിക്കറ്റ് എടുക്കാതെ അല്ലു അർജുൻ വരുന്നതറിഞ്ഞ് പുറത്ത് തടിച്ചുകൂടിയവരായിരുന്നു ഇവർ തള്ളിക്കയറിയപ്പോൾ ഇവരെ പിടിച്ചു മാറ്റുന്നതിന് അല്ലു അർജുൻ്റെ അംഗരക്ഷകർ ശ്രമിച്ചെന്നാണ് പറയപ്പെടുന്നത്. ഇതോടെ അവിടെ വലിയ രീതിയിൽ ഉന്തും തള്ളുമായി. ഈ ഉന്നിലും തള്ളിലും പെട്ട് രേവതി എന്ന ഒരു യുവതി മരിച്ചു. അതോടെയാണ് കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. പരിപാടിക്കെത്തിയ അല്ലു അർജുൻ കാരണമാണ് ഇത്രയും തിക്കും തിരക്കും ഉണ്ടായതെന്നും തിയേറ്റർ മാനേജ്മെന്റ് വേണ്ട സുരക്ഷ ഏർപ്പാടാക്കിയില്ലെന്നും ആവശ്യമുള്ള പോലീസ് സന്നാഹം അവിടേക്ക് ആവശ്യപ്പെട്ടില്ലെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു FIR രജിസ്റ്റർ ചെയ്തത്. അതായത് കേസിൽ അല്ലു അർജുനും അല്ലു അർജുൻ്റെ അംഗരക്ഷകനും അതുപോലെ തന്നെ സന്ധ്യ തിയേറ്റർ മാനേജ്മെന്റുമായിരുന്നു ഹൈദരാബാദ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതികൾ. ഹൈദരാബാദിലെ ചിക്കട്ട്പള്ളി പോലീസ് സ്റ്റേഷനിലെ പരിധിയിലായിരുന്നു കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. ചിക്കട്ട്പള്ളി പോലീസ് രാവിലെ 11:45 അതായത് ഡിസംബർ 13 വെള്ളിയാഴ്ച രാവിലെ 11:45 അല്ലു അർജുൻ്റെ ഹൈദരാബാദിലെ ജൂബിലി ഹിൽസിലുള്ള വീട്ടിലെത്തുകയായിരുന്നു. അവിടെ വെച്ചാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ചിക്കട്ട്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത്. അവിടെ വെച്ച് അദ്ദേഹത്തിൻ്റെ മൊഴി രേഖപ്പെടുത്തുകയും അദ്ദേഹത്തെ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കുകയും പിന്നീട് നമ്പള്ളി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. കോടതി അല്ലു അർജുനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയായിരുന്നു. പക്ഷേ അല്ലു അർജുൻ നേരത്തെ തന്നെ തെലങ്കാന ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ആവശ്യം ഇതായിരുന്നു: ഈ ചിക്കട്ട്പള്ളി പോലീസ് രജിസ്റ്റർ ചെയ്ത FIR റദ്ദാക്കണമെന്നത്. ഇതിന്മേൽ കോടതി വാദം കേൾക്കാനിരിക്കെയായിരുന്നു അല്ലു അർജുൻ്റെ കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ടുള്ള അറസ്റ്റ്. എന്തൊക്കെ വകുപ്പുകൾ ചുമത്തിയായിരുന്നു അല്ലു അർജുനെതിരെ പോലീസ് കേസെടുത്തത് എന്ന് നോക്കാം. BNS 105, BNS 118(1), BNS 35 ഈ വകുപ്പുകളായിരുന്നു ചുമത്തിയിരുന്നത്. അല്ലു അർജുൻ ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് പ്രതി ചേർക്കപ്പെട്ടത് എന്ന് നോക്കാം. അതായത് ഈ സ്ഥലത്തെ പരിപാടി നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഒരു വിവരവും അല്ലു അർജുനോ തിയേറ്റർ ഉടമകളോ പോലീസിനെ അറിയിച്ചിരുന്നില്ല എന്നാണ് പോലീസിൻ്റെ വാദം. എന്നാൽ ഡിസംബർ 2 തന്നെ പോലീസിൻ്റെ അനുമതി തേടി സന്ധ്യ തിയേറ്റർ മാനേജ്മെൻറ്റ് പോലീസിനെ സമീപിച്ചിരുന്നു. ഈ ഷോ നടക്കുന്ന കാര്യം അവരെ അറിയിക്കുകയും അല്ലു അർജുൻ ഉൾപ്പെടെയുള്ള പ്രധാന താരങ്ങൾ ഈ പരിപാടിക്ക് എത്തുമെന്ന് അറിയിക്കുകയും തിരക്കു നിയന്ത്രിക്കാൻ കൂടുതൽ പോലീസ് സന്നാഹം വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തുകൊണ്ട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് കത്തെഴുതിയിരുന്നു. ഈ കത്തിൻ്റെ കോപ്പി സന്ധ്യ തിയേറ്റർ ഉടമകൾ പുറത്തുവിട്ടിട്ടുണ്ട്. അല്ലു അർജുൻ ഇതിൽ എങ്ങനെ പ്രതിയാകുന്നു എന്ന് വെച്ചാൽ, അല്ലു അർജുൻ്റെ അംഗരക്ഷകർ ആരാധകരെ പിടിച്ചു തള്ളിയപ്പോഴാണ് അവിടെ വലിയ രീതിയിൽ ഉന്തും തള്ളുമുണ്ടായതും ഈ രേവതി എന്ന യുവതിക്ക് ജീവൻ നഷ്ടമായതുമെന്നുമാണ് പോലീസ് FIRൽ പറയുന്നത്. അതുകൊണ്ട് മനഃപൂർവ്വമല്ലാത്ത നരഹത്യ കേസായിരുന്നു FIRൽ അല്ലു അർജുനെതിരെ ചുമത്തിയിരുന്നത്. അല്ലു അർജുൻ അറസ്റ്റിലായതോടെ തെലങ്കാന ഹൈക്കോടതി മുൻപാകെയുള്ള കോഷ് പെറ്റീഷൻ എത്രയും പെട്ടെന്ന് പരിഗണിക്കണമെന്ന് അഭിഭാഷകൻ ആവശ്യപ്പെട്ടു. ഇത് കോടതി അംഗീകരിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രധാന വാദം അല്ലു അർജുന് വേണ്ടി ഇതായിരുന്നു: അതായത് മനഃപൂർവ്വമുള്ള ഒരു നരഹത്യ കുറ്റം ചെയ്യാനുള്ള ഉദ്ദേശം ഈ നടനുണ്ടായിരുന്നില്ല. ഈ നടൻ എത്തിയാൽ ഇത്തരം അപകടങ്ങൾ അവിടെ ഉണ്ടാകുമെന്നത് സംബന്ധിച്ച് ഒരു മുന്നറിയിപ്പും പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. നടൻ വന്നാൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഒരു റിപ്പോർട്ടും FIRലോ റിമാൻഡ് റിപ്പോർട്ടിലോ ഒന്നുമില്ലെന്നും കോടതിയിൽ അദ്ദേഹം വാദിച്ചു. പ്രധാനമായും അഭിഭാഷകൻ എടുത്തു പറഞ്ഞ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സമാന സ്വഭാവമുള്ള കേസ് നടൻ ഷാറുഖ് ഖാനെതിരെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരുന്നു. അത് അഹമ്മദാബാദ് പോലീസായിരുന്നു രജിസ്റ്റർ ചെയ്തത്. എന്നാൽ കേസ് പിന്നീട് ഗുജറാത്ത് ഹൈക്കോടതി റദ്ദാക്കി. സുപ്രീം കോടതിയിൽ ഗുജറാത്ത് പോലീസ് നൽകിയ അപ്പീലും കോടതി തള്ളുകയും ചെയ്തിരുന്നു. ഈ കാര്യം ചൂണ്ടിക്കാട്ടി ഒരു പ്രത്യേകമായി എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു അഭിഭാഷകന്റെ വാദം.
വാദം മുഴുവൻ കേട്ടു. അതേസമയം തന്നെ പ്രോസിക്യൂഷൻ ഇദ്ദേഹത്തിന് ജാമ്യം നൽകരുത്, ജാമ്യം നൽകിയാൽ സാക്ഷികളെ സ്വാധീനിക്കും, സെലിബ്രിറ്റി ആയതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ നടക്കും തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പ്രോസിക്യൂഷൻ വാദിക്കുകയും ചെയ്തു. അങ്ങനെ മുഴുവൻ വാദം കേട്ട ശേഷം കോടതി അല്ലു അർജുനൊപ്പം നിൽക്കുകയാണ് ചെയ്തത്. ഹൈക്കോടതി അല്ലു അർജുന് ഉപാധികളോടെ 4 ആഴ്ചത്തേക്ക് ഇടക്കാല ജാമ്യം നൽകുകയും ചെയ്തു. അദ്ദേഹത്തെ നേരത്തെ നമ്പള്ളി കോടതി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരുന്നു എന്ന് പറഞ്ഞല്ലോ. അദ്ദേഹത്തെ നേരെ അപ്പോൾ തന്നെ ചഞ്ചൽഗുഡ ജയിലിൽ അടയ്ക്കുകയും ചെയ്തിരുന്നു. അത് 1 മണിക്കൂർ നേരത്തേക്ക് അദ്ദേഹത്തിന് ജയിലിൽ കഴിയേണ്ടി വന്നു. ഈ കോടതി ഉത്തരവ് വന്നതിന് ശേഷം അദ്ദേഹത്തെ ജയിൽ മോചിതനാക്കുകയും ചെയ്തു. വലിയ പ്രശ്നങ്ങൾക്കും കോലാഹലങ്ങൾക്കുമാണ് അല്ലു അർജുൻ്റെ അറസ്റ്റ് വഴിവെച്ചത്. കോടതി പ്രത്യേകമായി ഒരു കാര്യം ഈ ജാമ്യം നൽകുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഒരു സാധാരണക്കാരനായി തന്നെ പരിഗണിക്കണമെന്നായിരുന്നു അല്ലു അർജുൻ കോടതിയിൽ ആവശ്യപ്പെട്ടത്. സാധാരണക്കാരനാണെങ്കിലും ജാമ്യം നൽകേണ്ട കാര്യം മാത്രമേ ഇതിലുള്ളൂ എന്നാണ് ഹൈക്കോടതി അതിൽ നിരീക്ഷിച്ചുകൊണ്ട് പറഞ്ഞത്. അല്ലു അർജുനെതിരെ പ്രഥമ ദൃഷ്ട്യ ഒരു കുറ്റം നിലനിൽക്കുന്നില്ല എന്ന് കോടതി നിരീക്ഷിക്കുകയും ചെയ്തു. എന്തായാലും വലിയൊരു പ്രശ്നം, അതായത് നിരവധി ആരാധകരുള്ള ഒരു നടനാണ് അദ്ദേഹം. ലക്ഷക്കണക്കിന് ആരാധകരുണ്ട്. പല സംസ്ഥാനങ്ങളിലുമായി പാൻ ഇന്ത്യ ഇമേജ് ഉള്ള നടനാണ്. പല സംസ്ഥാനങ്ങളിലുമായി അദ്ദേഹത്തിന് നിരവധി ആരാധകരുണ്ട്. ഈ ആരാധകരൊക്കെ വലിയ വിഷമത്തിലായിരുന്നു. തങ്ങളുടെ പ്രിയപ്പെട്ട താരം ഇന്ന് ജയിലിൽ കിടക്കേണ്ടി വരുമോ എന്ന ആശങ്കയൊക്കെ അവർക്കുണ്ടായിരുന്നു. ആ ആശങ്കയൊക്കെ അകന്നിരിക്കുന്നു. ഒപ്പം തന്നെ തെലങ്കാന സർക്കാരിനെതിരെ വലിയ വിമർശനത്തിനും ഈ അറസ്റ്റ് കാരണമായി. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ അറസ്റ്റ് ഒരു ആവശ്യമില്ലാത്ത അറസ്റ്റായിരുന്നു. ധൃതി പിടിച്ചൊരു അറസ്റ്റ് നടത്തി. അദ്ദേഹം എല്ലാ തരത്തിലും കേസുമായി സഹകരിച്ചു പോന്നിട്ടും അദ്ദേഹത്തെ അന്തസ്സില്ലാത്ത രീതിയിൽ അറസ്റ്റ് ചെയ്തു എന്ന് BJP പറഞ്ഞിട്ടുണ്ട്. BRS നേതാക്കളും തെലങ്കാന സർക്കാരിനെ കുറ്റപ്പെടുത്തി രംഗത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായ സിനിമാ പ്രവർത്തകരെല്ലാം തന്നെ ഈ അറസ്റ്റിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്നിരുന്നു. അതേസമയം തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി പറഞ്ഞത് നിയമത്തിൻ്റെ വഴിക്ക് പോകുന്നു, യാതൊരു ഇടപെടലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നില്ല, കേസിൻ്റെ വഴിക്ക് പോകട്ടെ എന്ന കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും വലിയ ആശങ്കയൊന്നുമില്ലാതെ ഈ പ്രശ്നം അവസാനിച്ചിരിക്കുന്നു. ഇടക്കാല ജാമ്യമാണ് ലഭിച്ചത്. കേസുമായി പോലീസ് മുന്നോട്ട് പോകും. കോടതി നടപടികളെല്ലാം തന്നെ ഇനിയും അല്ലു അർജുനെ നേരിടേണ്ടി വരും.